ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തെ നവീകരിച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫിലമെന്റ് രഹിത കേരളം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കും. പക്ഷിപ്പനി പ്രതിരോധ നടപടികൾ വിലയിരുത്താൻ കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സംഘം കേരളത്തിലെത്തി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1 കോടി കവിഞ്ഞു. വാക്സിൻ രണ്ടാം ഡ്രൈ റൺ നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തെ നവീകരിച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ട് പിന്നിടുന്ന മ്യൂസിയം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കും. ഭൂതകാലത്തെക്കുറിച്ച് വരും തലമുറയ്ക്ക് വ്യക്തമാക്കി കൊടുക്കാനാണ് മ്യൂസിയം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമ്പുഷ്ടമായ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് മ്യൂസിയം. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും വരുംകാലത്തേക്ക് സുരക്ഷിതമായി രേഖപ്പെടുത്തി വെക്കാനുള്ള മാർഗങ്ങൾ എന്ന നിലയിലാണ് മ്യൂസിയങ്ങളെ ഈ രീതിയിൽ സംരക്ഷിക്കുകയും പുതിയവ ആരംഭിക്കുകയും ചെയ്യുന്നു. നാം ജീവിക്കുന്ന കാലത്തെ സംഭവങ്ങളുടെ വിവരണങ്ങളും ജീവിത ചിത്രങ്ങളും മാത്രമല്ല, പ്രകൃതി ജീവിവർഗങ്ങളുടെ മാതൃകകളും വരും തലമുറയ്ക്ക് വേണ്ടി കൈമാറണം. ഊർജ്ജ കേരള മിഷന്റെ ഭാഗമായ ഫിലമെന്റ് രഹിത കേരളം പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോഗത്തിലെ പാഴ്ചെലവുകൾ കുറയ്ക്കാൻ ഉപകരണങ്ങൾ കാര്യക്ഷമതയോടെ ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. LED ബൾബുകളുടെ വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഗുണമേന്മയുള്ള ബൾബുകളാണ് വിതരണം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 3 വർഷം വാറന്റിയുള്ള 9 വാട്ട്സ് LED ബൾബിന് 65 രൂപയാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ വിതരണം തുടങ്ങുന്നത്. സംസ്ഥാനത്ത് പുരാരേഖകളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം, ഗവേഷണം, ശാസ്ത്രീയ സംരക്ഷണം എന്നീ ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ ശിലാസ്ഥാപനം ഇന്ന് ഉച്ചതിരിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വീഡിയോ കോൺഫറൻസ് വഴി നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും. പുരാവസ്തു പുരാരേഖ വകുപ്പിന്റെയും കേരള സർവകലാശാലയുടെയും സംയുക്ത സംരംഭമാണ് ഹെറിറ്റേജ് സെന്റർ. 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനം നാളെ ആരംഭിക്കും. രാവിലെ 9-ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. സംസ്ഥാന ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് 15-ന് സഭയിൽ അവതരിപ്പിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സഭ ചേരുന്നത്. ഈ മാസം 28 വരെയാണ് സഭാ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. സ്പീക്കറെ നീക്കണമെന്ന നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുമെന്നും യുക്തമായ തീരുമാനമെടുക്കുമെന്നും സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. 22 വർഷത്തെ ആദ്യ 4 മാസത്തേക്കുള്ള ഓട്ടോൺ അക്കൗണ്ടാണ് ഇത്തവണ പാസ്സാക്കുന്നുള്ളൂ. സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസ്സാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഗവൺമെന്റിന് അതിപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയാത്ത സാഹചര്യത്തിൽ 4 മാസത്തേക്കുള്ള ഓട്ടോൺ അക്കൗണ്ടാണ് അതിന്റെ ചർച്ചയും വോട്ടെടുപ്പും 25-ാം തീയതിയാണ് നടത്താൻ തീരുമാനിച്ചത്. മറ്റൊന്ന്, നിയമസഭാ സ്പീക്കറെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു പ്രമേയത്തിനുള്ള നോട്ടീസ് ചട്ടം 65 പ്രകാരം CM ഉമ്മർ നൽകി. ആ നോട്ടീസിന്റെ മുകളിലും ഭരണഘടനാപരമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ യുക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. പക്ഷിപ്പനി സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സംഘം കേരളത്തിലെത്തി. സംഘം ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുകയാണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രുചി ജെയിൻ, പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സയന്റിസ്റ്റ് ഡോക്ടർ ശൈലേഷ് പവാർ, ഡൽഹി RML ആശുപത്രി ഫിസിഷ്യൻ അനിത് ജിൻഡാൽ എന്നിവരാണ് സംഘത്തിലുള്ളത്. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. 200ഓളം പേജുകളും 60 സാക്ഷികളും ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. 1.5 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിലെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2019 ജൂൺ 12-നാണ് ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാഗമൺ സ്വദേശി രാജ്കുമാറിനെ നെടുങ്കണ്ടം പോലീസ് പിടികൂടുന്നത്. ജൂൺ 21-ന് ജയിലിൽ വച്ചാണ് രാജ്കുമാർ മരിക്കുന്നത്. വയനാട് ജില്ലയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം വേണ്ടെന്ന് വയ്ക്കാനും സർക്കാർ സ്വന്തം നിലയിൽ സ്ഥലം ഏറ്റെടുത്ത് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അപ്രായോഗികമാണെന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു. സർക്കാർ മെഡിക്കൽ കോളേജിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ മന്ത്രിമാരായ KK ശൈലജ, E. ചന്ദ്രശേഖരൻ, ചീഫ് സെക്രട്ടറി, നിയമ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു.
മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും ബത്തേരി കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിലെ മുൻ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ രാമചന്ദ്രൻ മാസ്റ്റർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് കോഴിക്കോട് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി എ.കെ. ബാലൻ എന്നിവർ രാമചന്ദ്രൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം 1 കോടി കവിഞ്ഞു. 1,16,000 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. ഇന്നലെ 20,346 പേർക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. 19,587 പേർ സുഖം പ്രാപിച്ചു. 222 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗമുക്തി നിരക്ക് 96.36%, മരണനിരക്ക് 1.45%. 2,28,883 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്ത് നാളെ കോവിഡ് വാക്സിൻ നൽകുന്നതിന്റെ 2ാം ഡ്രൈ റൺ സംഘടിപ്പിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിലും വാക്സിൻ നൽകുന്നതിന്റെ ആസൂത്രണം കാര്യക്ഷമമെന്ന് ഉറപ്പുവരുത്താനാണ് 2ാം ഡ്രൈ റൺ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ മന്ത്രിമാരുമായി ഡ്രൈ റൺ നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ ഇന്ന് ഓൺലൈൻ വഴി ചർച്ച നടത്തും. വാക്സിൻ കുത്തിവയ്പ്പിന് സ്ഥലം കണ്ടെത്തുക, വാക്സിനേഷൻ ടീമിനെ ഒരുക്കുക, വാക്സിൻ നൽകേണ്ടവരെ കണ്ടെത്തുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഡ്രൈ റൺ സമയത്ത് പരീക്ഷിക്കും. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വാക്സിന് മുന്നോടിയായുള്ള ഡ്രൈ റൺ നാളെ നടക്കും. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. കണ്ണൂർ ജില്ലാ ആശുപത്രി, ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റൽ എന്നീ കേന്ദ്രങ്ങളിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകരിലാണ് ഡ്രൈ റൺ നടത്തുക. കുത്തിവയ്പ്പിനുള്ള സ്ഥലം കണ്ടെത്തുക, 5 അംഗങ്ങൾ അടങ്ങിയ വാക്സിനേഷൻ ടീമിനെ ഒരുക്കുക, ഉപഭോക്താക്കളെ കണ്ടെത്തുക തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഡ്രൈ റൺ സമയത്ത് പരീക്ഷിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിൽ അവ പരിഹരിച്ച് പൂർണ്ണ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യും. നോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഡ്രൈ റൺ നടത്തുക. കേരളത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിൽ. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 6,394 പേരിൽ 1,068 പേർ എറണാകുളം ജില്ലയിലാണ്. ഇന്നലെ 63,891 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.01 ആണ്. കോവിഡ് വാക്സിനേഷൻ പ്രചാരണത്തിലാകുന്നതോടെ ഈ വർഷം തന്നെ രാജ്യം COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് സ്വതന്ത്രമാകുമെന്ന് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രൊഫസറും തലവനും ലോകാരോഗ്യ സംഘടന മുൻ ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ എസ് ലാൽ. വാക്സിനേഷൻ എടുക്കേണ്ടത് എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തമായി കരുതണമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇതൊരു ചെറിയ കുത്തിവയ്പ്പാണ്. വിവിധ രാജ്യങ്ങളിൽ വാക്സിൻ എടുത്തിട്ട് കാര്യമായ ഒരു പാർശ്വഫലങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വാക്സിൻ എടുത്തിട്ട് ഇതുവരെ അങ്ങനെ പറയത്തക്ക ഒരു അപകടവും ആർക്കും ഉണ്ടായിട്ടില്ല. വാക്സിൻ ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അത് വന്നു കഴിഞ്ഞാൽ മുഴുവൻ പേരും അത് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ വാക്സിൻ എടുക്കാൻ തയ്യാറാകണം. അത് നമുക്ക് മാത്രമല്ല സമൂഹത്തിന് ഗുണമാണ്. ഈ രോഗത്തെ തുടച്ചു നീക്കാനായിട്ടുള്ളൊരു പ്രധാന വഴിയാണത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC-യെ നേരിടും. രാത്രി 7:30 കളി ആരംഭിക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവ FC-യെ ഈസ്റ്റ് ബംഗാൾ സമനിലയിൽ തളച്ചു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. ഇതോടെ ഗോവ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തി. കോഴിക്കോട് കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ തോണിക്കടവ് ടൂറിസം പദ്ധതി പ്രവൃത്തികൾ ഈ മാസം പൂർത്തിയാക്കാൻ MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. തോണിക്കടവ് മുതൽ കാര്യാത്തുംപാറ വരെ ബോട്ടിംഗ് ആരംഭിക്കുന്നതിനായുള്ള ടെൻഡർ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2 ഘട്ടങ്ങളിലായി 3.9 കോടി രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കുന്നത്. വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലയിലെ മെഗാ അദാലത്ത് നാളെ രാവിലെ കളക്ടറേറ്റ് ഹാളിൽ നടക്കും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും അദാലത്ത് നടത്തുക. പരാതിക്കാരെയും എതിർ കക്ഷികളെയും മാത്രമേ അദാലത്ത് നടക്കുന്ന ഹാളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അദാലത്തിനെത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരത്തെ നവീകരിച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫിലമെന്റ് രഹിത കേരളം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കും. പക്ഷിപ്പനി പ്രതിരോധ നടപടികൾ വിലയിരുത്താൻ കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സംഘം കേരളത്തിലെത്തി. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1 കോടി കവിഞ്ഞു. വാക്സിൻ 2ാം ഡ്രൈ റൺ നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC-യെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.